ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇങ്ക് സ്കേപ്പിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇങ്ക് സ്കേപ്പ് പരിചയപ്പെടാം. ഫസ്റ്റ് ഷോ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ ഇങ്ക് സ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ ന്യൂ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജ് ബോർഡർ ഒഴിവാക്കുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ്, ജാലകത്തിലെ ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടൂളുകളൊക്കെ പരിചയപ്പെടാം. ഇതാണ് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ്. ഈ ഒരു ടൂള് എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ്, ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ്, ക്രിയേറ്റ് സർക്കിൾസ് ആൻഡ് എലിപ്സസ് ആൻഡ് ആർക്സ്, ക്രിയേറ്റ് സ്റ്റാർസ് ആൻഡ് പോളിഗൺസ്, ക്രിയേറ്റ് 3D boxes, create spirals, draw Bezier curves and straight lines. ഫില്ലും സ്ട്രോക്കും പഠിക്കാം നമുക്ക്. ഫിൽ എന്താണ്, സ്ട്രോക്ക് എന്താണ്. ക്രിയേറ്റ് ആൻഡ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫില്ലാണ് സെലക്ട് ആയിട്ടുള്ളത്. ഫില്ലിലെ നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ കളറ് അദൃശ്യമായതായി കാണാൻ സാധിക്കാം. ഇവിടെ ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്താൽ കളറ് ദൃശ്യമായതായും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. സ്ട്രോക്ക് പെയിൻറ്റിൽ ഇവിടെ സ്ട്രോക്ക് കാണുന്നില്ല. സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്ക് അദൃശ്യമായതായി കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു ചിത്രം തന്നിട്ട് അതിൻ്റെ സ്ട്രോക്ക് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചെയ്യണം. സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്ട്രോക്ക് ഒഴിവായതായി കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സ്ട്രോക്ക് ഒരു ദീർഘചതുരം അല്ലെങ്കിൽ വൃത്തം, അതിന് സ്ട്രോക്ക് വരുത്താൻ പറഞ്ഞാൽ, സ്ട്രോക്ക് ദൃശ്യമാക്കാൻ പറഞ്ഞാൽ സ്ട്രോക്ക് പെയിൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്ട്രോക്ക് സ്റ്റൈലിൽ വിഡ്ത്ത് കൂട്ടിക്കൊടുക്കാൻ പറ്റും. സ്ട്രോക്ക് സ്റ്റൈലിൽ നമുക്ക് ആവശ്യമായ അത്രയും വിഡ്ത്ത് കൂട്ടിക്കൊടുക്കാനും പറ്റും. അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ എ എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുവാനാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് എഴുതി കൊടുക്കേണ്ടത് അവിടെ എഴുതി കൊടുക്കുക. സെലക്ട് ചെയ്യുക. സെരിഫ് കൊടുത്തു. ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടുന്ന് ബോൾഡ് ക്ലിക്ക് ചെയ്യുക. ഫോണ്ടിൻ്റെ സൈസ് ഇവിടുന്ന് കൂട്ടാം. ഫോണ്ട് സൈസ് ഇങ്ങനെ സെലക്ട് ചെയ്തും കൂട്ടാം. ഇവിടെ ക്രിയേറ്റ് സ്റ്റാർസ് ആൻഡ് പോളിഗൺസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇതിൻ്റെ കോർണേഴ്സിൻ്റെ അളവ് മാറ്റി കൊടുത്താൽ ഇവിടെ പല പാറ്റേൺ ലഭിക്കുന്നതായിട്ട് കാണാം.
ക്രിയേറ്റ് സ്റ്റാർസ് ആൻഡ് പോളിഗൺസ് ടൂൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള പാറ്റേൺ നിർമ്മിക്കാൻ സാധിക്കും. ഇനി അടുത്തത് ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രൈറ്റ് ലൈൻസ്. ഇതും പ്രധാനപ്പെട്ട ടൂളാണ്, ബേസിയർ കർവ് ടൂൾ. ക്ലിക്ക് ചെയ്ത് പല ടൈപ്പിലുള്ള പാറ്റേൺ നിർമ്മിക്കാൻ പറ്റും. കളർ കൊടുക്കാൻ സെലക്ട് ചെയ്യുക. ബേസിയർ കർവ് ടൂളും പ്രധാനപ്പെട്ടതാണ്. ആ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ രീതിയിൽ അതിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാൻ പറ്റും. ബേസിയർ കർവ് ടൂൾ ഉപയോഗിച്ചും നമുക്ക് വരച്ചു കൊടുത്ത് കളറ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇങ്ക്സ്കേപ്പിലേക്ക് ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് 10 ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ഇഷ്ടമുള്ളൊരു റൂട്ട്സ് സെലക്ട് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ചിത്രവും ഉൾപ്പെടുത്താം. ശ്രദ്ധിക്കേണ്ടത്, കീബോർഡിലെ ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് ഫസ്റ്റ് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. കീബോർഡിലെ ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് ഈ കളർ പാലറ്റിലെ കളറിൽ ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്കിൻ്റെ കളർ മാറുന്നതായി കാണാം. അതുപോലെ തന്നെ കൺട്രോൾ കീ അമർത്തിപ്പിടിച്ച് കളർ പാലറ്റിലെ കളറിൽ ക്ലിക്ക് ചെയ്താൽ ഫിൽ കളറും മാറുന്നതായി കാണാൻ സാധിക്കും. അതും ശ്രദ്ധിക്കുക. അത് വൺ വേർഡ് ക്വസ്റ്റ്യനായിരിക്കും. ഇത് വരച്ചു കൊടുക്കാം. നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഒരു വൃത്തം വരച്ചു. അതിന് ഗ്രേഡിയൻ്റ് നൽകുന്നതിന് വേണ്ടി ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്രിയേറ്റ് റേഡിയൽ ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ നോഡ് കാണാം. പരിധിയിൽ ഒരു കളർ നൽകുക. പരിധി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു കളർ നൽകുക. സെൻറ്ററിൽ മറ്റൊരു കളർ നൽകുക. ഈ ഒരു രീതിയിൽ നമുക്ക് റേഡിയൽ ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് റേഡിയൽ ഗ്രേഡിയൻ്റ് കൊടുക്കേണ്ടത്. ഇത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾസ് എടുത്തു, ഡ്രാഗ് ചെയ്ത് വരച്ചു. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ലീനിയർ ഗ്രേഡിയൻസ് എടുക്കുക. ഇതിൻ്റെ അകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലീനിയർ ഗ്രേഡിയൻ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ നോഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു നോഡിലും ക്ലിക്ക് ചെയ്യുക. വേറൊരു കളറും കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നോഡ് സെറ്റ് ചെയ്യുന്നത്. ഇത് ലീനിയർ ഗ്രേഡിയൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് റേഡിയൽ ഗ്രേഡിയൻറ്റും ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇങ്ക്സ്കേപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇങ്ക്സ്കേപ്പിലുള്ളത്. അപ്പോൾ എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ചതിന് എക്സാമിന് പോവുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും IIT-യിൽ A+ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.